ഇന്നലെ നമ്മുടെ പഴയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിക്കുണ്ടായ വലിയ പരാജയത്തെപ്പറ്റി ഒരു പൊതുവേദിയിൽ സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം അത് വളരെ നിസാരവൽക്കരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. പാർട്ടി 10 കൊല്ലം വലിച്ചു, ഇപ്പോൾ തോറ്റു. അങ്ങനെ ഒരു തോൽവി മാത്രമാണ്, അല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് തോൽവിക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം സമർത്ഥിക്കാനായിട്ട് ശ്രമിച്ചത്. അങ്ങനെ മാറി മാറി സർക്കാരുകൾ വരുന്നതാണ് നല്ലത് എന്നും കൂടി അദ്ദേഹം ആ ഒരു സമ്മേളനത്തിൽ സംസാരിക്കുന്നതായിട്ട് കേട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ അങ്ങനെ നമ്മളൊരു ഷർട്ട് മാറി വേറൊരു ഷർട്ട് ഇടുന്ന ലാഭത്തോടെ അല്ലല്ലോ ഗവൺമെൻറ്റിനെ ഒരു ജനം തിരഞ്ഞെടുക്കുന്നത്. ഇതേ പിണറായി സർക്കാരിനെ കേരള ജനത 92 സീറ്റിൽ നിന്ന് 99 സീറ്റ് നൽകി 2021 വലിയ വിജയം നേടിക്കൊണ്ടുവന്നത് ജനങ്ങൾക്ക് അന്ന് അദ്ദേഹത്തോടുള്ള താല്പര്യം കൊണ്ടും ഗവൺമെൻറ്റിനോടുള്ള വിശ്വാസം കൊണ്ടുമാണ്. അപ്പോൾ ആ ജനം അത് മാറ്റി ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ 99 സീറ്റിൽ നിന്ന് 35 സീറ്റിലേക്ക് ആ പാർട്ടിയെ കൊണ്ടെത്തിക്കുമ്പോൾ അതിന് അതിൻ്റേതായൊരു കാരണമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാതെ അത് ഇത്രയും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് 10 കൊല്ലം മത്സരിച്ച് വരെ ഞങ്ങൾ തോൽപ്പിച്ചു, ഇനി 5 കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾ വരും, അല്ലെങ്കിൽ അത് 5 കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും തോൽക്കും, ആ ഒരു രീതിയിലേക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനം മാറി ചിന്തിക്കുന്നത് CPM പോലെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അത്ര ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ വിജയം തന്നെ നമുക്കറിയാം. ഇപ്പോൾ കാസർഗോഡ്, തൃക്കരിപ്പൂർ, ഉദുമ പോലത്തെ മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ കണ്ണൂരായാലും ഇപ്പോൾ തളിപ്പറമ്പ്, പയ്യന്നൂർ പോലത്തെ മണ്ഡലങ്ങളിലൊക്കെ പാർട്ടിക്കുണ്ടായ വിമതന്മാർ പോലും ഇത്രയും വലിയ വിജയം നേടിയ ഒരു സിനാരിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോടൊക്കെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാൾ പോലും ജയിക്കാറില്ല. ആ ഒരു സ്ഥലത്തൊക്കെ കൈപ്പത്തി ചിഹ്നത്തിൽ ഏലത്തൂർ പോലും UDF ജയിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞ് തൃശ്ശൂരും പാലക്കാടൊക്കെ വന്നു കഴിഞ്ഞാൽ നിരവധി മണ്ഡലങ്ങളിൽ ഇപ്പോൾ പ്രതാപൻ തോറ്റെങ്കിൽ നിസാര വോട്ടിനാണ് തോറ്റത്. ഗുരുവായൂർ മണ്ഡലം LDFന് കിട്ടിയത് തന്നെ 2000-2500 വോട്ടിനാണ് മാത്രമാണ് കിട്ടിയത്. ഒരു കാലത്തും LDF തോൽക്കാത്ത മണ്ഡലങ്ങളാണ് ഈ സമീപകാലത്ത് ഈ മണ്ഡലങ്ങളെന്ന് പറയുന്നത്. തൃശ്ശൂർ ഏക ആശ്വാസം എന്ന് പറയുന്നത് ഒല്ലൂർ മണ്ഡലമാണ്. ഒല്ലൂർ പഴയ മിനിസ്റ്റർ ജയിച്ച മണ്ഡലം കഴിഞ്ഞാൽ പിന്നെ LDFൻ്റെ ഒരു വിജയം കിട്ടണമെങ്കിൽ നമ്മൾ എറണാകുളം കഴിഞ്ഞ് പത്തനംതിട്ട, കോന്നിയിലെത്തണം. എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകൾ ഒരു സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് LDF അല്ലെങ്കിൽ CPM എന്നുള്ള പാർട്ടി. എന്നിട്ടാണ് ഇത്രയും ചെറിയ ഒരു പരാജയമായിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ നിസ്സാരം എന്നുള്ള രീതിയിൽ CPMഉം LDFും ഇതിനെ തള്ളിക്കളയുന്നത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഈ ഒരു മാസം പോലും തികയുന്നതിന് മുമ്പ് ഇപ്പോൾ വീണ്ടും ED റെയ്ഡ്, അല്ലെങ്കിൽ മറ്റേ SFIയുടെ സമരം ഒക്കെ ആയിട്ട് വീണ്ടും അക്രമ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവത്തിലേക്ക് ഇത് നീങ്ങുമ്പോൾ അത് എത്രമാത്രം ജനങ്ങൾക്ക് ഗുണകരമാവും, അല്ലെങ്കിൽ ജനങ്ങളത് വീണ്ടും ഈ പാർട്ടിയോട് അടുക്കും എന്ന് നമ്മൾ പാർട്ടി ചിന്തിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ തിരുത്താൻ തയ്യാറാവാതെ, അല്ലെങ്കിൽ നമ്മൾ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല എന്ന് കരുതി മുന്നോട്ട് പോകുന്നത് ഒരു ജനാധിപത്യ പ്രസ്ഥാനമായ LDFന് ഒട്ടും ഗുണകരമല്ല.